What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karan channel. Sorry, ലൈറ്റുകൾ നെഹീം. ഓക്കെ, ഇരട്ടത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻകുങ്കു ഗർനാച്ചോ പോസിബിൾ സ്വാപ്പ് ഡീൽ. എനിക്കറിയാം മിക്ക ചെൽസി ഫാൻസിന് അതിപ്പോ വേണ്ട എന്നുള്ള രീതിയിലാണ്. വി ഡോണ്ട് വാണ്ട് ഗർനാച്ചോന്റെ അടുത്ത് വേണ്ട മറ്റെന്ന് മറിച്ചെന്നൊക്കെ പറയുന്ന കുറെ വാർത്തകൾ വരുന്നുണ്ട്. ഐ എം ഇൻ ഫോർ ഗർനാച്ചോ. എനിക്ക് താല്പര്യമുള്ള പ്ലെയറാണ്. ഗർനാച്ചോന്റെ കളികൾ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. സിറ്റേഴ്സ് ഒക്കെ പുല്ല് പോലെ മിസ് ചെയ്ത് കളയും. 1-on-1 ചാൻസസ് ഒക്കെ മിസ് ചെയ്യാൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ സ്റ്റേർലിംഗും സ്റ്റേർലിംഗും ഡാർവിൻ യൂനിയൻസും ടീമോണറും എല്ലാം കൂടെ ഒരുമിച്ച് കൂടെ ഒരു ഓർമ്മ വരും. ഭയങ്കരമായിട്ട് സിറ്റേഴ്സ് അങ്ങനെ മിസ് ചെയ്യുന്ന കളയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതേപോലെ തന്നെ ചില സമയത്ത് വണ്ടർ ഗോൾ അടിച്ചു കളയും. അത് ചില റെയർ മൊമെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചു. പക്ഷെ സിറ്റേഴ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാന്തായി പോകും. പക്ഷെ എനിക്ക് ഗർനാച്ചോയില് താല്പര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ നമ്മൾ ചെൽസി ഫാൻസിന് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്ന പ്ലേയേഴ്സിനെ നമ്മൾ ഹൈപ്പ് ചെയ്തൊരു പരുവത്തിലാക്കി കളയും. ലുക്ക് ഹൂ ഈസ് ബാക്ക്, ടീമോ വേണർ, നിക്കലസ് ജാക്സനെയൊക്കെ നമ്മൾ 2 മിനിറ്റ് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഡ്രോഗ്ബ റീജനറേഷൻ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. നോണി മാഡോക്കയുടെ പൊന്നോ, നോണി മാഡോക്കെ അനാലിസിസ് ഒക്കെ ചെയ്ത് നമ്മൾ തട്ടു. മുഡ്രിക്ക് എന്റെ പൊന്നളിയാ, മുഡ്രിക്കിനെ സൈൻ ചെയ്തപ്പോ എന്തായിരുന്നു ഓമോ, അവനിപ്പോ 4 വർഷത്തെ ബാനാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾക്കും താല്പര്യമില്ലാത്തൊരു പ്ലെയർ ആണ് ഗർനാച്ചോ സൈൻ ചെയ്യണം എന്നുള്ളത്. കാരണം പുള്ളിക്കാരന്റെ ഓഫ് ഫീൽഡ് റിപ്പോർട്ടുകളും ആറ്റിറ്റ്യൂഡുകളും മറ്റേതും മറിച്ചതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നു. എനിക്ക് അതൊന്നും പ്രശ്നമില്ല. കാരണം ഓരോരോ ക്ലബിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ സാൻജോനും ഉണ്ടായിരുന്നു പ്രശ്നം മാഞ്ചസ്റ്റർ യുണൈറ്റഡില്. പുള്ളിക്കാരൻ ക്ലബിൽ നിന്ന് പുറത്തു വന്നപ്പോഴത്തേക്കും മാറി. ഇപ്പൊ ലൂക്കാക്കൂന് ഉണ്ടായിരുന്നു ചെൽസിയിലുള്ള പ്രശ്നങ്ങൾ. ലൂക്കാക്കു നേരെ പുള്ളിക്കാരന്റെ അച്ഛന്റെ അടുത്ത് പോയപ്പോഴത്തേക്കും, ആന്റോണിയോ കോണ്ടെ അടുത്ത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓക്കെ. അപ്പൊ ക്ലബില് ചില സമയത്ത് ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഒക്കെ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ മാറാണ്ടിരിക്കാം. നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഓൾറെഡി എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്. ഗർനാച്ചോ അറിയാവുന്ന ഒരു പ്ലെയർ ആണ്. പ്രോബബ്ലി അതൊരു ബെറ്റർ അഡാപ്ഷൻ സാധ്യതയുണ്ട്. വേറെ ക്ലബ് വിത്ത് ലോട്ട് ഓഫ് യങ് പ്ലെയേഴ്സ്, അതും ഒരു പോസിബിൾ ആണ്. നമുക്ക് വേണ്ടത് നല്ല സ്ക്വാഡ് റൊട്ടേഷൻ ഉള്ള ഒരു പ്ലെയർ ആണ്. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. 100 പ്രീമിയർ ലീഗ് മത്സരം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അവന്റെ ഫിനിഷിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികം അതൊരു പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഇംപ്രൂവ് ആവും. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ. ആൻഡ് ഹിസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഒരുപാട് കാര്യത്തിൽ ഹീസ് ആൻ ഔട്ട്ലയർ. ഡ്രിബ്ലിംഗ്, 1-on-1 ടേക്സ്, ക്യാരീസ് ഒക്കെ അടിപൊളിയാണ്. ഫിനിഷിംഗ് ഒക്കെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അവിടെയാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനൊക്കെ കുരു പൊട്ടുന്നത്. കാരണം ചില സമയത്ത് അവൻ കാണിച്ചു കൂടുന്ന കാണുമ്പോഴത്തേക്കും ഭ്രാന്തായി പോകും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായാലും ചെൽസിയിലായാലും ഒരുപാട് പ്ലേയേഴ്സിനൊക്കെ ഒരുപാട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇതൊരു സാൻജോ ഡീലായി മാറാം. നമ്മൾ സൈൻ ചെയ്തു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, അവസാനം നമ്മൾ തിരിച്ചു കൊടുത്തു. അതുപോലെ ഒരു ഡീലാവാം. ജോവോ ഫെലിക്സിനെ പോലെ ഒരു ഡീലാവാം, പറയാൻ പറ്റില്ല. എനിക്കിത് വലിയ നഷ്ടമുള്ള ഒരു ഡീൽ പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊരു 100-120 മില്യൺ കൊടുത്തൊരു ഒരു വിങ്ങറിനെ കൊണ്ടുവന്ന് അവൻ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് പകരം എൻകുങ്കു എന്നൊരു പ്ലെയറിനെ സ്വാപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും റിട്ടേൺസ് കിട്ടിയാൽ ഓക്കെ. കാരണം എൻകുങ്കു എന്തെന്നാലും ചെൽസിയിൽ കളിക്കാൻ പോകുന്നില്ല. ഹി ഈസ് നോട്ട് ഗോട്ട് കോൺട്രിബ്യൂട്ട് മച്ച്. നമ്മൾ എന്നാലും എൻകുങ്കുവിന് ഒരു ഫീസ് ചോദിക്കുന്നുമുണ്ട്. മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആവശ്യമുള്ള എൻകുങ്കുവിനെ പോലെ ഒരു നമ്പർ 10 പ്ലെയർ ആണ്. അവർ ഓൾറെഡി ഇപ്പോൾ കുഞ്ഞിഹനെ സൈൻ ചെയ്തു. ബൂഎമ്മയുടെ അടുത്തേക്ക് വരുന്നു. എൻകുങ്കു ഡെഫിനറ്റ്ലി ഒരു നല്ല അഡീഷൻ ആയിരിക്കും അവർക്ക്. അപ്പൊ അവർക്ക് എന്തെന്നാലും അങ്ങനത്തെ ഒരു പ്ലെയറിന്റെ ആവശ്യമുണ്ട്. ചെൽസി എന്നാലും എൻകുങ്കുവിന് ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ സമയത്ത് വൈ നോട്ട് ഡു ഇറ്റ്. ഇനി ഇത് ക്ലിക്ക് ആവുമല്ലെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും നെഗറ്റിവിറ്റി, ഇത്രയും ഓപ്പോസിഷൻ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ചിലപ്പോൾ ഇവനോട് ഒന്ന് ക്ലിക്ക് ആവും, സാധ്യതയുണ്ട്. അന്ന് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയർ ആയില്ലേ. നമുക്കൊരു റൈറ്റ് ഫുട്ടഡ് ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ പ്ലെയർ ഇല്ല ടീമില്. പുള്ളിക്കാരനൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം. മറ്റേ ആഫ്രിക്കയിൽ നിന്നും അന്റാർട്ടിക്കയിൽ നിന്നും ഒക്കെ നമ്മൾ അറിയാത്ത പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നേക്കാൾ എത്രയോ ഭേദമാണ് ഒരു 100 പ്രീമിയർ ലീഗ് കളിച്ച് എക്സ്പോസ്ഡ് ഉള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നത്. That's my thoughts. Do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.